ആസിഫ് അതിനോട് റെസ്പോണ്ട് ചെയ്തതാണ് എൻ്റെ ഏറ്റവും മനോഹരമായ ആ ഒരു ഇൻസിഡൻറ്റ് ഏറ്റവും മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം എനിക്ക് അവനോട് വലിയ സ്നേഹവും ബഹുമാനവും തോന്നിയത് അതുകൊണ്ടാണ്. കാരണം ആരും ഇതല്ലാത്ത രീതിയിൽ പ്രതികരിച്ചേക്കായിരുന്നെങ്കിൽ അത് കൂടുതൽ വഷളായിപ്പോയനെ. അറിഞ്ഞോ അറിയാതെ അതിന് ഏതൊക്കെ ഡയമെൻഷനിലേക്ക് ആൾക്കാർക്ക് വളർത്തി കൊണ്ടുപോകാമായിരുന്നു. ആസിഫിൻ്റെ ഒരു ഇടപെടലാണ് അത് ഇല്ലാതാക്കി തീർത്തത്. അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് ഈ കൊടയുമായിട്ട് ഇറങ്ങി നടന്നു പോകുമ്പോൾ അയാൾ നടന്നു പോകുന്നത് മലയാള സിനിമയിലേക്കാണ്. അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു പൊസിഷനിലേക്കാണ് അയാൾ നടന്ന് കയറുന്നതെന്ന്. മോഹൻലാലിനെ ഉൾപ്പെടുത്തണമെങ്കിൽ അക്കാലത്ത് മോഹൻലാലും നരസിംഹവും ആറാം തമ്പുരാനും പോലെയുള്ള മാസ് സിനിമകൾ ചെയ്തൊരു സൂപ്പർ ഹീറോ പരിവേഷത്തിൽ നിൽക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ചില എലമെൻസിനെ കൂട്ടിച്ചേർക്കേണ്ടി വന്നു. ഡയറക്ടർ അതിനകത്ത് ഇല്ലാതെ പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിനുണ്ടായ പരിഭവം. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു വല്ലാത്ത അകൽച്ച അവിടെ സംഭവിച്ചു. അങ്ങനെ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അതാണ് പിന്നെ ഗുണയായിട്ട് വന്ന സിനിമ. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാനത്. അന്നേ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം അതെൻ്റെ കുഴപ്പമല്ല സിനിമ എൻ്റെ കയ്യിൽ നിന്നും പോയത്. എൻ്റെ സമയം അദ്ദേഹത്തിൻ്റെ സമയമായിട്ട് ചേർന്ന് വരാൻ ബുദ്ധിമുട്ടായി. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ ആൻഡ് വെൽക്കം ടു ഗെറ്റ് സെറ്റ് ടോക്ക്. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഏറ്റവും എടുത്തു പറയുന്ന കുറേ സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ ശ്രീ സിബി മലയിലാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേർന്നിരിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ളൊരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും. ദേവദൂതൻ എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ കണ്ടൊരു സിനിമയാണ്, ആസ്വദിച്ചൊരു സിനിമയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അന്ന് ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ വരേണ്ട സിനിമയല്ല, ഇത് മനസ്സിലാക്കാൻ പറ്റിയൊരു ഓഡിയൻസ് ഇല്ല എന്നൊക്കെ ഒരു ഡിസ്കഷൻ അന്നും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാൾക്ക് മുന്നേ ഇതിലെ പാട്ടുകൾ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടിയിൽ വന്നിരുന്ന കമൻസും ഇത് ഇപ്പോൾ തിയേറ്ററിൽ വരേണ്ട സിനിമയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് യങ്സ്റ്റേഴ്സ് ഇട്ടേക്കുന്ന കണ്ടു. അപ്പോൾ ഈ ഒരു ഡിസിഷൻ ഈ ഒരു സമയത്ത് 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിൽ എത്തുകയാണ് ദേവദൂതൻ. ഈ ഒരു ഡിസിഷനിലേക്ക് എത്താനുള്ളൊരു കാരണം? അതിൽപ്പെട്ട ഒരുപാട് കാരണങ്ങളാണ് താങ്കളുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചർച്ചകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു. ഈ സിനിമ കാണാത്തൊരു തലമുറ, അല്ലെങ്കിൽ ഈ സിനിമ കണ്ട ഓർമ്മയില്ലാത്തൊരു തലമുറ, സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ജനിച്ച ഒരു തലമുറ, അവർ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് കണ്ടിട്ട് അവരുടെ ആസ്വാദനത്തെക്കുറിച്ച്, അവർ ഈ സിനിമ കണ്ട അനുഭവങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് വീണ്ടും തിയേറ്ററിൽ കാണാൻ കഴിയുമോ, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇനി കിട്ടുമോ എന്നൊക്കെയുള്ള അവരുടെ ആ ചർച്ചകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച്, ഇങ്ങനെയൊരു റീമാസ്റ്ററിങ് ചെയ്തുകൊണ്ട് ഒരു പുതിയ വേർഷനായിട്ട് പുതിയ കാലത്തിൻ്റെ ഒരു സാങ്കേതികതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരിക എന്ന് ചിന്തിച്ചത്. കാരണം ഇത് നേരത്തെ ഈ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ ഇറങ്ങേണ്ട സിനിമയാണ്, ഇതാണ് ഈ സിനിമയുടെ കാലം എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണത്. സർ, ഇത് സാറിൻ്റെ ആദ്യ സിനിമയായി സാറ് പ്ലാൻ ചെയ്ത ത്രെഡാണ്. അതിൽ നിന്നും കുറേ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്ത് അത് നടന്നില്ല, അത് കഴിഞ്ഞ് പിന്നീട് രണ്ടാമത് പ്ലാൻ ചെയ്തു, അതിൽ നിന്നും കുറേ മാറിയ രീതിയിലാണ് ഇത് 2000 റിലീസായിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ പോലെയാണല്ലോ, ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് എന്നുള്ളത്. ഈ സിനിമ തലമുറകളോട് എന്തോ പറയാൻ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നൊരു മിസ്റ്ററി ഈ സിനിമയിലുണ്ടെന്ന്. അതെ, തീർച്ചയായിട്ടും. ഈ സിനിമയ്ക്ക് പൊതുവേ വല്ലാത്തൊരു ദുരൂഹത ഇതിനകത്ത് മൊത്തത്തിലുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ചിന്ത തൊട്ട് ഇത് 2000 തിയേറ്ററിൽ എത്തിയപ്പോഴും ഇപ്പോൾ വീണ്ടും വരാൻ പോകുന്ന ഈ പുതിയ റിലീസിൻ്റെ സമയത്തും ആ ദുരൂഹത ഇതിനെ പിന്തുടരുന്നുണ്ട്. ഈ ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു ജനറേഷനോട് പറയേണ്ടതാണ്, അവർക്ക് കേൾക്കേണ്ടതാണ്, അവരറിയേണ്ടതാണ്, അവരാസ്വദിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ സാർ ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത് ഒരു കുട്ടി പ്രൊട്ടാഗനിസ്റ്റായിട്ട് വരുന്ന രീതിയിൽ 7 ബെൽസ് എന്നുള്ള പേരിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അന്നത്തെ ആ സിനിമയും ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ട് ഇനി കാണാൻ പോകുന്ന സിനിമയും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്തായിരുന്നു? അന്നത്തെ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളിലൂടെ ഈ ഒരു മരിച്ചുപോയ നിഖിൽ മഹേശ്വറിൻ്റെ ആത്മാവ് ഇടപെടുകയും
അയാൾക്ക് പറയാനുള്ളത് അയാളെ കാത്തിരിക്കുന്ന, വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന അയാളുടെ കാമുകിയോട് ഞാനിനി തിരിച്ചു വരില്ല എന്ന് പറയാനുള്ള ആ ഒരു മെസ്സേജ് പറയാൻ ഉപയോഗിച്ചത് ഈ കുട്ടിയാണ്. ആ ഒരു മീഡിയം അതായിരുന്നു. ഓക്കെ. ആ കുട്ടിയുടെ സ്വപ്നങ്ങളിൽ നിന്നും ഒരു കുതിരവണ്ടി വന്ന് ഈ കുട്ടിയെ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നി. അവൻ പേടിച്ചോടുകയൊക്കെ ചെയ്യുന്നൊരു ഡ്രീംസ് അവന് നിരന്തരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ അവൻ രാത്രിയിൽ ഈ ഉറക്കം ഉണരുമ്പോൾ ഈ ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുകയും മ്യൂസിക് കേൾക്കുകയും ആ മ്യൂസിക്കിനെ അവൻ പിൻപറ്റി ചെല്ലുമ്പോഴേക്കും അവൻ ആ ഒരു ചാപ്പലിലെത്തുകയും ആ ചാപ്പലിൽ അടുത്ത ദിവസം രാവിലെ അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്നു പോകുന്നൊരു സ്ത്രീയെ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ അന്ന് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള ഇതൊരു ഭയമാണ്. ഈ ദുസ്വപ്നങ്ങളുടെ ഒരു ഭയത്തെ പിൻപറ്റിയാണ് അവനെ ഇതിനായിട്ടിലേക്ക് ഒരുക്കുന്നത്. പിന്നീട് നമ്മൾ രണ്ടാമത്തെ വേർഷനിലേക്ക് വരുമ്പോൾ അതിനെ കുറച്ചും കൂടെ ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഒരു കഥയായിട്ട് മാറ്റി, ഒരു ക്യാമ്പസിലെ പ്രണയവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി. രണ്ട് പ്രണയിതാക്കളും അവരുടെ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയ ശേഷം അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പഴയകാല പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയുമായിട്ടുള്ള ആ മെസ്സേജ് ഈ സ്ത്രീയോട് സംവദിക്കാനുള്ള ശ്രമമാണ് ആ സ്പിരിറ്റ് ചെയ്തത്. പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ മോഹൻലാൽ, പുതിയ കാലം നമ്മൾ അതായിരുന്നു രണ്ടാമത്തെ വേർഷൻ. മൂന്നാമത്തെ വേർഷൻ മോഹൻലാലിൻ്റെ എൻട്രിയോടുകൂടി വന്ന മാറ്റങ്ങളാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ ഈ കഥ കേൾക്കുകയും ഇത് താല്പര്യപ്പെടുക, അദ്ദേഹത്തോട് കഥ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കഥ പറയാൻ പോയതല്ല. ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പ്രൊഡ്യൂസറുടെ അടുത്ത പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഇങ്ങനൊരു പ്ലാൻ സിബി പറയുന്നുണ്ട്, അതിനെപ്പറ്റി ഞങ്ങൾ അതിനും എഴുത്തും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ കഥ എന്ന് കേൾക്കട്ടെ എന്ന് ചോദിച്ചു. കഥ പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോഴേ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ക്യാമ്പസ് സ്റ്റോറി ആയിട്ടാണ്, അപ്പം അദ്ദേഹത്തിന് ഇപ്പം അത് ഒരു ഫിറ്റിംഗ് ആകുന്ന റോളാകുകയില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞു നിങ്ങൾക്കത് മാറ്റിക്കൂടെ, അത് എനിക്ക് കൂടെ പറ്റുന്ന രീതിയിൽ അതിനൊന്ന് മാറ്റിയെടുത്തുകൂടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വഴിക്ക് ചിന്തിച്ചതും. അപ്പോൾ അതിനായിട്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർഡമൊക്കെ നമ്മൾ അതിനെ കൂടെ പരിഗണിച്ചു കൊണ്ടുള്ള ചില മാറ്റങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നു. ആ മാറ്റങ്ങൾ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ എലമെൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയ ഒരു പുതിയ കാലത്തിൻ്റെ അന്ന് ആ സിനിമയിൽ അനാവശ്യമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്ന ആ എലമെൻസിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊരു പുതിയ വേർഷനാണ് ഇപ്പോൾ എത്തുന്നത്. ഈ ഒരു ബോധ്യമുണ്ട് എന്ന് സാറ് പറഞ്ഞു, അതായത് കുറേ സാധനങ്ങൾ അതിനകത്ത് അൺവാണ്ടഡ് ആയിട്ട് ആഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ള സാധനം, അത് അന്നും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് വേണോ വേണ്ടയോ എന്ന്? തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച്, എനിക്കും രഘുനാഥ് പലേരിയെ സംബന്ധിച്ചോളം അത് വളരെ നിർബന്ധപൂർവമായ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നതാണ്. കാരണം മോഹൻലാലിനെ ഉൾപ്പെടുത്തണമെങ്കിൽ അക്കാലത്ത് മോഹൻലാൽ നരസിംഹവും ആറാന്തമ്പുരാനും പോലെയുള്ള മാസ് സിനിമകൾ ചെയ്തൊരു സൂപ്പർ ഹീറോ പരിവേഷത്തിൽ നിൽക്കുമ്പോൾ മോഹൻലാലിൻ്റെ ആരാധകരായ മോഹൻലാലിൻ്റെ സിനിമകൾ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് സംബന്ധിച്ചോളം അവർ ഇത്തരം സിനിമകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില എലമെൻറ്റ്സ് ഉണ്ട്. അതിനെ പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്ത് ചെയ്യുകയായിരുന്നു ശരിക്കുമുള്ള ചലഞ്ച് എന്നാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്. അന്ന് നമ്മുടെ ഒരു പൊതു ചിന്തയിൽ അത്തരം ഒരു പ്രേക്ഷകരെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ചില എലമെൻസിനെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നുള്ള നമ്മുടെ ഒരു ധാരണ അത് തെറ്റായ ധാരണയാണെന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെടും. ആകാശദൂത് എന്ന് പറയുന്ന സിനിമ അതേപോലെ തന്നെ എനിക്ക് ആകാശദൂത് സിനിമ കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തിയേറ്ററിൽ പോയി കുഞ്ഞുകുട്ടിയായിരിക്കുന്ന സമയത്താണ് കണ്ടത്. അന്ന് ആ കുട്ടികളിൽ ഒരാളായിട്ടാണ് ഞാനതിൽ റിലേറ്റ് ചെയ്തത്. ഇന്ന് ഞാനൊരു അമ്മയാണ്. ഇപ്പോഴാണ് എനിക്കത് ഒരു അമ്മ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ സിനിമ എനിക്ക് വീണ്ടും കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിങ്ങലാണ്. എനിക്ക് ആകാശദൂതിൻ്റെ പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു ലൈൻ കേട്ട് കഴിഞ്ഞാൽ ഇമോഷണൽ ആവും. അത് എൻ്റെ മാത്രമല്ല, ഒരു വിധപ്പെട്ട മനസ്സിൽ ഇച്ചിരിയെങ്കിലും എമ്പത്തി സിമ്പത്തിയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു തുള്ളി ടിയർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആകാശദൂതിൻ്റെ ഒരു കഥ ഞാൻ സാറ് പറഞ്ഞ് തന്നെ കേട്ടിട്ടുണ്ട്. അതായത് 17 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് ആൾക്കാർ ഹൗസ്ഫുള്ളായി വന്നത്. അതുവരെ ഒരു സമയം കൊടുക്കേണ്ടിയിരുന്നു. പതുക്കെ ആൾക്കാർക്ക് ടൈം എടുത്തു പ്രോസസ്സ് ഇതൊരു നല്ല സിനിമയാണെന്ന് മനസ്സിലാക്കാൻ. ഇന്നത്തെ കാലത്ത് സിനിമകൾക്ക് കിട്ടാതെ പോകുന്നതും ഈ ഒരു സമയമാണ്. ഈ ഒരു 17 ദിവസം കൊണ്ട് സിനിമയുടെ കംപ്ലീറ്റ് ഭാവി മാറിയിട്ടുണ്ടാവും. സിനിമ തിയേറ്ററിലേ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടൈം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്യാനുള്ള? വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ദശരഥത്തിൻ്റെ ആകാശദൂതിൻ്റെ കാര്യം പറയുന്നത് ആദ്യത്തെ ദിവസം ഒരു 10 പേരോ 15 പേരോ വന്ന് സിനിമ കണ്ടു തുടങ്ങി. പക്ഷേ കണ്ടവരോട് പറയുന്നുണ്ട് അത് നല്ല സിനിമയാണെന്നുള്ളത്. അപ്പോൾ ആ കണ്ടവർ
പറഞ്ഞ് അടുത്ത ഷോയ്ക്ക് ഒരു 5 പേര് കൂടി 10 പേര് കൂടി അങ്ങനെയാണ് വരുന്നത്. വളരെ ഗ്രാജുവലായിട്ടൊരു ഗ്രോത്താണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പല തിയേറ്ററുകളിൽ നിന്ന് സിനിമ മാറിക്കഴിഞ്ഞിരുന്നു. ഈ പറയുന്ന 17-ാം ദിവസം എത്തുന്നതിന് മുമ്പേ 7-ാം ദിവസം തന്നെ പലരും സിനിമ നിർത്തി ഇല്ലാതായി. പക്ഷേ നമ്മളുടെ ഒരു പ്രഷർ കൊണ്ടും കാര്യങ്ങളും കൊണ്ട് നമുക്ക് സ്വാധീനമുള്ള ചില തിയേറ്ററുകാർ അതിനെ ഹോൾഡ് ചെയ്ത്, അപ്പോൾ അവർ നോക്കുമ്പോൾ അത് കയറി വരുന്നുണ്ട്. ഇതെങ്ങാനും കയറിയാൽ ഇനിയും വന്നോലോ എന്നുള്ള പ്രതീക്ഷ അവർക്കും ഉണ്ടായി തുടങ്ങി. പിന്നെ നമ്മൾ ചില പ്രൊമോഷണൽ ടാക്ടിക്സ് ഒക്കെ അതിനകത്ത് ഉപയോഗിച്ചു. ഈ ടവൽ കൊടുക്കുന്നു പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വർക്കായി. ഈ 17-ാം ദിവസം കഴിഞ്ഞ് തിയേറ്റർ ഫുള്ളായി കഴിഞ്ഞപ്പോൾ മുമ്പ് തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാരൊക്കെ പടം ചോദിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. ഒന്നുകൂടെ തരുമോ, ഞങ്ങൾ കാണിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അന്നത്തെ സിനിമ, ആ കാലത്ത് ആ സിനിമ 150 ദിവസത്തോളം ഓടുകയും ആ 150-ാം ദിവസം ആഘോഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇനിയൊരു 50 ദിവസമോ 100 ദിവസമോ ഒക്കെ തിയേറ്ററിൽ നിൽക്കുന്ന സിനിമകൾ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കൊരു തിയേറ്ററിൽ കിട്ടുന്ന ഒരു മിനിമം ഒരു പ്രേക്ഷകൻ വന്ന് കണ്ട് അതിൻ്റെ ഒരു അഭിപ്രായം സ്വരൂപിക്കാൻ ഉള്ള ഒരു സമയം ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾക്ക് ഏറ്റവും വലിയ ദുരന്തമായിക്കൊണ്ടിരിക്കുന്നത് ഈ ഓൺലൈൻ റിവ്യൂസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ദിവസം ഇൻ്റർവെൽ ആകുമ്പോൾ തന്നെ പുറത്തിറങ്ങിയ ആ സിനിമയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായമാണ്, പ്രേക്ഷകൻ്റെ അഭിപ്രായമല്ല. ആ റിവ്യൂ ചെയ്യുന്ന ആളുടെ അഭിപ്രായമാണ് അവിടെ പുറത്തേക്ക് വരുന്നത്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ മുഴുവൻ സിനിമ കണ്ട് പുറത്തേക്ക് വരുന്ന ഒരാളുടെ അഭിപ്രായം പലപ്പോഴും ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോവുകയാണ്. അതിനൊരു വിസിബിലിറ്റി കിട്ടുന്നില്ല, അതിനൊരു മറ്റുള്ളവരിലേക്ക് അത് എത്താൻ പറ്റുന്നില്ല. കാരണം ഇവരതിനൊക്കെ അങ്ങ് ഡോമിനേറ്റ് ചെയ്ത് ശരിക്കുള്ള ആ സിനിമയുടെ യഥാർത്ഥമായ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോവുകയാണ്. അതൊരു വലിയ ദുരന്തമാണ് മലയാള സിനിമയുടെ നേടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അതാണ്. ആരൊക്കെയോ ചിലർ അവരാണ് ഇതിൻ്റെ സിനിമയെ നിരൂപിക്കാൻ ഏറ്റവും പ്രാപ്തരായ ആൾക്കാരെന്ന് ചോദിച്ചിട്ട് അവരുടെ ടേസ്റ്റിനെ കേറ്റർ ചെയ്യുന്ന സിനിമകൾ മാത്രമാണ് നല്ല സിനിമകളെന്ന് പറയുകയും അതിനെ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്നാൽ മറ്റനേകം പേർ ഇഷ്ടപ്പെടുന്നൊരു സിനിമയെ അവർ നിരാകരിക്കുകയും തിരസ്കരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ അത് തിയേറ്ററിന് അതിനൊരു ഒരു പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അത് വലിയ ഒരു ദുരന്തമാണ് മലയാള സിനിമ നേരിടുന്ന. ഇനിയും ഭാവിയിലും അത് വലിയ രീതിയിൽ നമ്മളെ ഈ മലയാള സിനിമയുടെ ഒരു എന്താണ് എക്സിസ്റ്റൻസിനെ ബാധിക്കാൻ പോകുന്നൊരു വലിയ വിഷയം തന്നെയാണത്. ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം സിനിമ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന റിവ്യൂവേഴ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഫിലിം ഉണ്ടാക്കുക എന്നുള്ളൊരു എന്താ പറയുക, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അറിയാതെങ്കിലും അത് അങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെ, നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു പ്രേക്ഷകൻ തിയേറ്ററിലെത്തുന്ന ആദ്യ ദിവസങ്ങളായിരിക്കത്തില്ല ഇപ്പോൾ. മുമ്പൊക്കെ ഒരു സിനിമ വന്ന ഒരു സംവിധായകൻ്റെ പേര് നോക്കി അല്ലെങ്കിൽ ഒരു ആക്ടറുടെ പേര് നോക്കിയൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ അവർക്കറിയാം അവർ കാണാൻ പോകുന്ന സിനിമയെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്. ഓരോ സംവിധായകർക്കും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില സിനിമകളുണ്ട്. ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമ കാണാൻ പോകുന്നവർക്ക് അതൊരു വളരെ ലൈറ്ററായിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വിഷയം പറയുന്നൊരു സിനിമയായിരിക്കും എന്നറിയാം. എൻ്റെ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷനും കാര്യവും ഒക്കെ ഉള്ളൊരു സിനിമയാണെന്ന് പറയാം. അങ്ങനെ ഓരോരുത്തർ, ഇപ്പോൾ ജോഷി സാറിൻ്റെ സിനിമ കുറച്ചും കൂടെ ഒരു വലിയ ക്യാൻവാസിൽ പറയുന്ന ആക്ഷനും ഒക്കെ ചെയ്യുന്ന ഒരു വേറെ രീതിയിലുള്ള സിനിമ. ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു പ്രേക്ഷകരുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകർ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സിനിമകളുണ്ട്. പക്ഷേ ഇത് ഒന്നിനും ഒരു സ്പേസ് ഇപ്പോൾ കിട്ടുന്നില്ല. അവർ വന്ന ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ അതിനൊരു വിധി എഴുതപ്പെടുകയും അത് എന്താണത് കാണാൻ വരുന്ന ഓഡിയൻസ് പോലും ഫസ്റ്റ് ഡേയിൽ ഇപ്പോൾ ഫാമിലി ഓഡിയൻസ് എത്തുന്നത് തന്നെ അപൂർവമാണ്. ചെറുപ്പക്കാർ വരുന്നു, ഒരു 20-25 വയസ്സുള്ള ആൾക്കാർ, 30 വയസ്സിൽ താഴെയുള്ള ഒരു കൂട്ടം വന്ന് കണ്ടിട്ട് അവരെന്തൊക്കെയോ അവർക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളെ ചർച്ച ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ സിനിമയ്ക്കൊരു ലൈഫ് ഉണ്ടാകുന്നില്ല. അപ്പോൾ സാർ ചോദിക്കാൻ വന്നത്, നമ്മൾ ആകാശദൂതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് മാറി. മുരളി എന്ന് പറയുന്ന മഹാനായ നടൻ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ, താങ്കളുടെ സിനിമകൾ ഒരുപാട് സിനിമകളിൽ നായകനായും പ്രതിനായകനായും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹവുമായിട്ടുള്ളൊരു ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഒന്ന് പറയാമോ? പ്രത്യേകിച്ച് ആകാശദൂതിലൊക്കെ വന്ന്. മുരളി ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഒരു സംവിധായകൻ ഞാനാണ്. എൻ്റെ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ അദ്ദേഹം, ചെറുതും വലുതുമായ വേഷങ്ങളിൽ. ആദ്യമായിട്ട് മുരളി അഭിനയിക്കുന്നത് എഴുതാപ്പുറങ്ങളിലാണ്. ആ സമയത്ത് മുരളി ഇങ്ങനെ പഞ്ചാഗ്നിയിലൊക്കെ അഭിനയിച്ച് വന്ന് അങ്ങനെ സിനിമയിൽ ഇങ്ങനെ ഒരു
സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ സിനിമയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ മുരളി അവിടെ തൊട്ട് തുടങ്ങിയ സൗഹൃദമാണ്. അപ്പോൾ ഞാൻ അവിടെ ഉള്ളപ്പോൾ മുരളി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് മുരളി എൻ്റെ സിനിമയുടെ ഭാഗമാകുന്നത്. അപ്പോൾ എഴുതാപ്പുറങ്ങളിൽ തുടങ്ങി പിന്നെ മിക്കവാറും എല്ലാ എൻ്റെ സിനിമകളും തുടർന്ന് മുരളി ഉണ്ടാവും. മുരളിയുടെ ഒരു സിനിമാ നടനും സംവിധായകനും തമ്മിലുള്ള ഒരു ബന്ധമല്ല, വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദമാണ്. എല്ലാ ദിവസവും മിക്കവാറും കാണുകയോ സംസാരിക്കുകയോ ഇടപഴകുകയോ ഒക്കെ ചെയ്യുന്ന പരസ്പരം കുടുംബപരമായിട്ടൊക്കെ അത്രയും വലിയ ആഴത്തിലുള്ള അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെ ഇപ്പം ഈ സാധാരണ ഈ ആകാശദൂത് പോലുള്ള ഒരു സിനിമയിലെ നായിക വേഷം ചെയ്യാൻ മറ്റൊരു നായകൻ തയ്യാറാവത്തില്ല. കാരണം ഫീമെയിൽ സെൻട്രിക് മൂവിയാണ്. അയാൾക്കൊരു ചെറിയ വേഷമാണ്, ഇടയ്ക്ക് വെച്ച് മരിച്ചു പോവുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ധൈര്യം ഉണ്ടായിരുന്നത് ഞാൻ വിളിച്ചാൽ മുരളി വരും. മുരളിക്ക് അത് എൻ്റെ സിനിമയിൽ മുരളിക്ക് റോളിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും വിഷയമല്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ ദേവദൂതനിൽ തന്നെ ഈ ആൽബർട്ടോ എന്ന് പറയുന്നൊരു കഥാപാത്രം സിനിമയുടെ അവസാന ഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ആരെയാണെന്നുള്ളപ്പോൾ ഞാൻ പറഞ്ഞു മുരളിയെ വിളിക്കാം. അത് ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പാണ് വിളിക്കുന്നത് മുരളിയിലേക്ക്. അപ്പം ഞാനൊരു കാർ യാത്രക്കിടയിലാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഞാൻ മുരളിയെ വിളിക്കുന്നു. എൻ്റെ സിനിമ തുടങ്ങുകയാണ്, ഒരു 5 ദിവസം 10 ദിവസം വേണം, വന്നേക്കണം. എന്താണ് കഥയെന്ന് ചോദിക്കുന്നതിൽ ഒന്നുമില്ല, എൻ്റെ സിനിമയാണെന്നുള്ളത് മാത്രമേ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് മുരളിക്കുള്ളൂ. മനോരഥങ്ങൾ സിനിമയുടെ ഫംഗ്ഷന് വെച്ചിട്ടാണ് സാറിൻ്റെ യങ് ജനറേഷനിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആസിഫാണ്. അപ്പോൾ ആസിഫിന് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു വിഷയമുണ്ടായി. നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ വലിയൊരു ചർച്ചയായ ഒരു വിഷയം സംഭവിച്ചിരിക്കുന്നത്. സാർ അത് നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. സാർ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ നേരിട്ട് കണ്ടില്ല, ഞാൻ അവിടുന്ന് പോകുന്ന ശേഷമാണ്. ഞാൻ 8:30 അവിടുന്ന് പോകുന്നു. അപ്പോൾ അവരുടെ പരിപാടി ഇങ്ങനെ ഒത്തിരി സ്ട്രെച്ച്ഡ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. കാരണം ഈ 9 ഫിലിംസിൻ്റെയും ആൾക്കാരെ സ്റ്റേജിൽ വിളിച്ച് ആദരിക്കുകയും അവരിൽ പലരും സംസാരിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിപ്പോയി. എനിക്കപ്പം അവിടുന്ന് 9 മണിക്ക് ഒരു സ്ഥലത്തേക്ക് എത്തണമുണ്ടായിരുന്നു. ഞാൻ 8:30 മണിയായപ്പോൾ അവിടുന്ന് ഇറങ്ങി. ഞാൻ പിറ്റേ ദിവസം രാവിലെ ആരോ എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനവിടെ ഉണ്ടായിരുന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. പിന്നെയാണ് ഞാനതിനെ പറ്റി അന്വേഷിക്കുകയും കാണുകയും ചെയ്തത്. ആ സംഭവം നിർഭാഗ്യകരമായി പോയി. പക്ഷേ അത് ഇനി ഒരു വലിയ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമില്ല. കാരണം ആസിഫ് അതിനോട് റെസ്പോണ്ട് ചെയ്തതാണ് എൻ്റെ ഏറ്റവും മനോഹരമായ ആ ഒരു ഇൻസിഡൻറ്റ് ഏറ്റവും മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം എനിക്ക് അവനോട് വലിയ സ്നേഹവും ബഹുമാനവും തോന്നിയത് അതുകൊണ്ടാണ്. കാരണം ആരും ഇതല്ലാത്ത രീതിയിൽ പ്രതികരിച്ചൊക്കെ ആയിരുന്നെങ്കിൽ അത് കൂടുതൽ വഷളായിപ്പോയനെ. അദ്ദേഹത്തിന് തെറ്റ് പറ്റിയതാണോ, അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ പെരുമാറിയതാണ്. അതിലെ ശരി തെറ്റുകൾക്കാണ് അപ്പുറത്തേക്ക് ആസിഫിൻ്റെ ശരിയാണ് ഞാൻ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു സഹജീവിയോട് കാണിക്കേണ്ട. നമ്മളെ അല്പം അറിഞ്ഞോ അറിയാതെ ഒരാൾ വേദനിപ്പിച്ചാലും തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുകയല്ല, അത് ക്ഷമിക്കാനും പൊറുക്കാനും അതിനെ ചേർത്ത് നിർത്താനുള്ള, ആ വ്യക്തിയെ ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സുണ്ടാകുക. അതാണ് ഏറ്റവും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അതിന് ഏതൊക്കെ ഡയമെൻഷനിലേക്ക് ആൾക്കാർക്ക് വളർത്തി കൊണ്ടുപോകാമായിരുന്നു. ആസിഫിൻ്റെ ഒരു ഇടപെടലാണ് അത് ഇല്ലാതാക്കി തീർത്തത്. ചിരിച്ചുകൊണ്ട് മാത്രം അത് നേരിടുക എന്ന് പറയുന്നത് ആ ചിരിക്ക് ഒരുപാട് അർത്ഥമുണ്ടല്ലേ? തീർച്ചയായിട്ടും. ആ ചിരിക്കും അടുത്ത ദിവസം നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനം നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടു. എനിക്കറിയത്തില്ല. അപ്പോൾ പത്രസമ്മേളനം എന്നെ കാണാനായിട്ട് വന്നു ഇവിടെ ഇതേ ഓഫീസിൽ. ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ആ കാര്യത്തെപ്പറ്റി ചോദിച്ചു. അന്ന് രാവിലെ ഞാൻ അയാളെ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു സാർ, എനിക്കറിയില്ല എന്താ സംഭവിച്ചത്, എനിക്കും പിടുത്തമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഈ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഇവിടെ ഈ റൂമിൽ തന്നെ എന്നെ കാണാൻ വരുന്നു. വന്നപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല സാർ, അത് കഴിഞ്ഞു, ആ പ്രശ്നം കഴിഞ്ഞു, ഞാൻ സംസാരിച്ചു. പിന്നീട് ഞാനത് കണ്ടപ്പോൾ എനിക്ക് അവനോട് വല്ലാത്തൊരു ബഹുമാനവും ഇഷ്ടവും തോന്നി. കാരണം അത്ര പക്വതയോടുകൂടി ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ അവൻ്റെ വായിൽ നിന്ന് തെറ്റായ വാക്ക് വന്നിരുന്നെങ്കിൽ അത് ഇനിയും ആളിക്കത്തേന്. അത് വളരെ പക്വതയോടെ അതിനെ ഹാൻഡിൽ ചെയ്ത് അതിനെ ഒരു വലിയ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ നൽകാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ. ഈ ഒരു ജനറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് പുതിയ തലമുറയിൽ. നമ്മുടെ തന്നെ നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ മക്കൾ അഭിനയിക്കുന്നുണ്ട്. അവരൊക്കെ വലിയ പേരെടുക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ അല്ലാതെയുള്ള കുറേ പുതിയതായിട്ട് വന്ന ഒരു വലിയൊരു തലമുറയുണ്ട്. നല്ല രീതിയിൽ സിനിമകൾ കൊണ്ടുപോകുന്നുണ്ട്. മലയാള സിനിമ എക്കാലത്തെക്കാളും വലിയൊരു പ്രശസ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ സാറ് ഇപ്പോഴത്തെ ജനറേഷനിൽ ചെയ്യുന്ന എല്ലാ സിനിമകളും ഒരു 2000-ന് ശേഷം ചെയ്തൊക്കെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ആസിഫിൻ്റെ കൂടെയാണ്. എന്തുകൊണ്ട് ആസിഫ്?
ഇല്ല, അങ്ങനെ പ്രത്യേക കാരണങ്ങളില്ല. ഞാൻ ഈ ആസിഫായിട്ട് ആദ്യം ചെയ്യുന്നത് അപൂർവരാഗമാണ്. അപൂർവരാഗം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അത് പൂർണ്ണമായിട്ടും പുതുമുഖങ്ങളെ വെച്ച് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെ ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിനായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ശ്യാമപ്രസാദ് ഋതുവിൻ്റെ ഒരു പ്രിവ്യൂവിന് എന്നെ വിളിക്കുന്നത് ഇവിടെ കവിത തിയേറ്ററിൽ. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ രണ്ടുപേരെ എനിക്ക് എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. കാരണം അവർ ഫ്രഷ്, അനിഷാനും ആസിഫും. അവർ അങ്ങനെ ആസിഫിനെ ഞാൻ വിളിക്കുന്നു, ആസിഫ് വന്നു, കഥ കേൾക്കുന്നു. നിഷാൻ പിന്നെ ബോംബെയിലായതുകൊണ്ട് അയാളെ വിളിക്കുകയും അയാൾ വരികയും ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഒരാളെ കൂടെ പിന്നീട് എടുത്തത് വിനയ് ഫോർട്ടാണ്. വിനയ് ഫോർട്ട് ഓഡിഷന് വന്നതാണ്, വിളിപ്പിച്ചതാണ്. പക്ഷേ വിനയ് ഫോർട്ടും അങ്ങനെ ആ ടീമിൻ്റെ ഭാഗമായി. നിത്യയെ പിന്നീട് നമ്മൾ നേരത്തെ ആകാശഗോപുരത്തൊക്കെ കണ്ടൊരു ഓർമ്മയിലാണ്. എനിക്ക് ആസിഫിനോട് തോന്നിയ ഒരു താല്പര്യം എന്ന് വെച്ചാൽ അവൻ ഭയങ്കര സിനിമയോടുള്ള വല്ലാത്ത പാഷനുണ്ട്. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുമപ്പുറം അവനൊരു ജെന്യുവിൻ ആക്ടറാണെന്ന് തോന്നി. അവനൊട്ടും ആർട്ടിഫിഷ്യലല്ല അവൻ ചെയ്യുമ്പോൾ. ആ സിനിമയിൽ തന്നെ പ്രത്യേകിച്ച് ആ സിനിമയിലൊരു രംഗമുണ്ട്, അവൻ സ്വന്തമായിട്ട് കൈമുറിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇവിടെ നിൽക്കാനുള്ളവനാണ് എന്നുള്ളത് തോന്നി. അത് എനിക്ക് ആ ഒരു മൊമെൻ്റാണ് ഞാൻ ആസിഫിലൊരു നടനെ കണ്ടെത്തുന്നത്. ചെയ്തതെല്ലാം നന്നായി ചെയ്തു, പക്ഷെ അവന് പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു സ്പേസ് അതായിരുന്നു ആദ്യമായിട്ട്. മറ്റെല്ലാവരുടെയും കൂട്ടത്തിൽ നിൽക്കായിരുന്നു. പക്ഷേ ഈ ഒരു സീനിലാണ് അവൻ ഡോമിനേറ്റ് ചെയ്യുന്നത്. അവിടെ അവൻ ആ സീനെ ഭയങ്കര അവൻ ഡോമിനേറ്റ് ചെയ്യേണ്ട ഒരു സീനാണ്. അത് വളരെ ഭംഗിയായിട്ട് അവൻ ചെയ്തു. അതുകൊണ്ടാണ് പിന്നെ പലപ്പോഴും ഒരു കഥ വരുമ്പോൾ ആസിഫിലേക്ക് ചിന്ത പോകുന്നത്. സാറിന് ഇപ്പോഴത്തെ തലമുറയിലെ അഭിനേതാക്കളിൽ സാറിന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ആക്ടർ, ഫീമെയിൽ ഓർ മെയിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ? ഒരുപാട് പേര് നല്ല ആക്ടേഴ്സ് നമുക്ക് പുതിയ തലമുറയിലുണ്ട്. അവർക്കൊരു പക്ഷേ ചിലപ്പോൾ അവർക്ക് അവർക്ക് ചെയ്യാൻ പാകത്തിലുള്ള ഒരു കരുത്തുറ്റ ക്യാരക്ടേഴ്സ് അവരുടെ കയ്യിൽ എത്തിപ്പെടാത്തതുകൊണ്ടായിരിക്കും പലർക്കും അവരുടെ പൂർണ്ണമായിട്ടുള്ള കഴിവ് പുറത്തേക്ക് വിട്ടാൻ പറ്റത്തില്ല. എനിക്ക് ആഗ്രഹമുള്ള ഒരാൾ ഫഹദാണ്. കാരണം ഫഹദ് എൻ്റെ ടൈപ്പ് ഓഫ് സിനിമകൾക്കുള്ള ഒരു ചെയ്യാൻ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമ ചെയ്യാൻ പ്രാപ്തരാണ്. ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ്. പലർക്കും പല റേഞ്ചാണ്, പല പക്ഷെ ഫഹദാണ് അതിനകത്ത് ഏറ്റവും. ഫഹദ് തന്നെ പലയിടത്തും പറഞ്ഞതായിട്ട് ഞാനും കേട്ടു, സദയം പോലൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. മോഹൻലാലിൻ്റെയും എൻ്റെയും ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ്. ഞാൻ എൻ്റെ ആസ് എ ഡയറക്ടർ എൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് ഞാൻ സദയത്തെയാണ് കാണുന്നത്. മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ്. ദേശീയ തലത്തിൽ ഒരിടത്തും അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അയാളുടെ ഏറ്റവും മികച്ച പെർഫോമൻസ്, വേറിട്ടൊരു പെർഫോമൻസാണ്. അപ്പം അത്തരമൊരു അഭിനയത്തെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ അത് അയാളുടെ ഒരു ഡ്രീം ക്യാരക്ടറായിട്ട് അയാൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. ബാക്കി എല്ലാവരും നല്ല ആൾക്കാരാണ്. ഇപ്പോൾ പൃഥ്വിരാജ് ആയാലും നിവിൻ പോളിയൊക്കെ ശരിക്കും കൃത്യമായ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെട്ടാൽ നിവിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു കൃത്യമായ അവരുടെ മാത്രം കഴിവുണ്ടായിട്ട് മാത്രമല്ല, അവർക്ക് കൃത്യമായ ഒരു പ്രോജക്റ്റ്, ഒരു കഥാപാത്രം അവരുടെ മുമ്പിലേക്ക് എത്തുകയും കൂടെ വേണം. അത് കിട്ടുമ്പോഴായിരിക്കും. അപ്പം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് തന്നെ മികച്ച കഥാപാത്രങ്ങൾ വന്ന് കിട്ടി. അത് കിട്ടിയില്ല, എന്ത് കിട്ടിയാൽ നന്നാക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇവർക്കും അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് ഈ പുതിയ ആൾക്കാരിലെല്ലാവരും. ഇപ്പം ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു. ലാലേട്ടൻ്റെ ഫസ്റ്റ് സിനിമ തൊട്ട് സാറ് കാണുന്നതാണ്. അപ്പം ആ ഒരു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ആ ഓഡീഷൻ്റെ സമയത്ത് സാറ് അവൈലബിൾ ആയിരുന്നു എന്നാണ് ഞാൻ അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് വിചാരിച്ചിരുന്നു ഹീസ് ഗോയിങ് ടു സ്റ്റേ ഹിയർ ഫോർ എ ലോങ് ടൈം എന്നുള്ളത്? അതൊരു തോന്നലുണ്ടായി. കാരണം ലാല് വന്ന് ഈ ഓഡീഷൻ കഴിഞ്ഞിട്ട്, ലാൽ ആദ്യം വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞ് ലാലിലേക്ക് എത്തി. 10-30 പേര് വന്നതിൽ നിന്നും ലാലിനെ മാത്രം ഇയാളാണ് നമ്മൾ തീരുമാനിച്ചു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അയാളെ വിളിപ്പിച്ചു രണ്ടാമത്. ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു ലാൽ തന്നെയാണ് ആ റോൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് ലാലിനെ വിളിപ്പിച്ചു. അപ്പോൾ നമ്മൾ ലാലിനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കൺഫർമേഷൻ ആയിപ്പെങ്കിലും ലാലവിടെ ഒന്നും കൂടെ ഒന്ന് കണ്ടേക്കാം, ഒരു ഫൈനൽ. എന്നിട്ട് ലാലുമായിട്ട് വന്ന് കണ്ടു. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ലാലിനായിട്ടൊന്ന് ചില ഓഡിഷനൊക്കെ നടത്തി. ലാൽ അവിടെ നിന്ന് തിരിച്ച് പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ലാലൊരു മുണ്ടാണ് കൊടുത്തിരുന്നത്. മഴയുള്ള ഒരു സമയം കണ്ടായിരുന്നു. ലാലൊരു കുടയുണ്ട് കയ്യിൽ. എന്നിട്ട് ഈ കുടയുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോകും. റോഡിൽ കൂടെ ഇങ്ങനെ നവോദയയുടെ ഓഫീസിൽ നിന്ന് കുറേ നടക്കണം റെയിൽവേ സ്റ്റേഷൻ അല്ല ബസ് സ്റ്റാൻഡിലേക്ക്. അതിങ്ങനെ നടന്നു പോകും. എറണാകുളത്തെ നവോദയ, ആലപ്പുഴ
ആലപ്പുഴ ഉദയ നവോദയ നവോദയയുടെ ഓഫീസ് ഉണ്ട്. നവോദയയുടെ വീട്, അവരുടെ വീട് ഓക്കെ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അവിടുന്ന് നേരെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നാണ് ബസ് സ്റ്റാൻഡിൽ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് ഈ കുടയുമായിട്ട് ഇറങ്ങി നടന്നു പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇയാൾ അറിയുന്നില്ലല്ലോ ഇയാളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളെന്ന്. അപ്പം അയാൾ നടന്നു പോകുന്നത് മലയാള സിനിമയുടെ സിനിമയിലേക്കാണ്. മലയാള സിനിമയിലേക്കാണ്. അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു പൊസിഷനിലേക്കാണ് അയാൾ നടന്ന് കയറുന്നതെന്ന്. അന്ന് അത്രയും ഉയരത്തിലയാൾ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഇയാൾ മലയാള സിനിമയിലേക്കാണ് ഈ നടന്നു പോകുന്നതെന്ന് ഞങ്ങൾ ആരോ ആ സമയത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ 2000 വന്നതിന് ശേഷം ഫ്ലാഷ് എന്നുള്ളൊരു സിനിമ മാത്രമാണ് ലാലേട്ടനെ വെച്ച് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് പിന്നീട് അധികം സിനിമകൾ സംഭവിച്ചില്ല ലാലേട്ടനൊട്ട്? ഇല്ല, സിനിമയിൽ അങ്ങനെയാണ്. ഒരു സാഹചര്യം ഒത്തുവരണം, ഒരു കഥാപാത്രം വരണം, ഒരു കഥ വരണം, അങ്ങനെ ഒരുപാട് എലമെൻസും കൂടെ ചേരുന്നതാണ്. അതെപ്പോഴും സംഭവിക്കണമെന്നില്ല. ഇപ്പം ഞാൻ മമ്മൂട്ടിയായിട്ട് സിനിമ ചെയ്തിട്ട് 30 വർഷമായി. 1994 സാഗരം സാക്ഷി ചെയ്തത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ സിനിമകൾ ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുകയും പക്ഷേ അത് സംഭവിക്കാതെ പോവുകയും ചെയ്തു, പല കാരണങ്ങൾക്കാണ്. ഒത്തു പറഞ്ഞാണ് അദ്ദേഹവും ഇവർ രണ്ടുപേരുമായിട്ട് ഞാൻ ഇനി ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് അതൊരു സാധാരണ സിനിമയാകാൻ പാടില്ലല്ലോ. വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഞങ്ങൾ തമ്മിൽ ചെയ്ത സിനിമകളുടെ ഒരു ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്ന ഒരുപാട് സിനിമകളുണ്ടല്ലോ. ആ സിനിമകളുടെ മുകളിൽ നിൽക്കുന്ന സിനിമകൾ ചെയ്തിട്ട് ഇനിയും പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു കഥ ഉണ്ടാവട്ടെ. ഇത് പണ്ട് കാലത്തൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ 90s സാറിൻ്റെ 85 തൊട്ടുള്ള കാര്യം പറയുവാണെങ്കിൽ ഒരു വർഷം 2 സിനിമ 3 സിനിമ വെച്ച് മിനിമം റിലീസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്രയും അധികം സിനിമകൾ, അത് നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നത്? സാർ എങ്ങനെയാണ് സാറിൻ്റെ പ്രൊജക്റ്റുകൾ എത്ര കാലം കൊണ്ടാണ് ഇത് കൺസീവ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്? അല്ല, നമ്മൾ മുഴുവൻ സമയം വേറെ ചിന്തകളൊന്നുമില്ല, ഇതിൽ തന്നെയാണ്. സിനിമ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരേ സമയത്ത് ഞാൻ 2 സിനിമകൾ പാരലായിട്ട് ചെയ്തു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതല്ല. പ്രഷറിൻ്റെ ഭയങ്കരമായ പ്രഷർ വരുന്ന സമയത്ത് ചെയ്യണം. നമ്മളൊരു സിനിമയിൽ അങ്ങനെയാണ്, ഒരു സക്സസ് ഉണ്ടായാൽ എല്ലാവരും കൂടെ കൂടുകയും എല്ലാവരും ഒരുപാട് പ്രോജക്റ്റുകൾ വിളിക്കണം. പക്ഷേ അതിനെ നമ്മൾ വൈസായിട്ട് തിരഞ്ഞെടുക്കാൻ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ പറ്റാതെ വരും. കാരണം ബന്ധങ്ങൾ കൊണ്ട്, സൗഹൃദങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ചില കാര്യത്തിൽ പെട്ടുപോകും. ഇപ്പം ഞാൻ ഭരതം സിനിമ, ഓരോ സിനിമയും അങ്ങനെ ഒരു സിനിമ ഇപ്പം ഭരതത്തിന് മുമ്പ് ഞാൻ ചെയ്തത് ധനമാണ്. ധനത്തിൻ്റെ ഒരു ഫൈനൽ മിക്സിങ് തീർന്ന് അന്ന് ഞാൻ രാത്രി വണ്ടി കയറിയിട്ട് ഈ ഭരതത്തിൻ്റെ കഥയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ പോയി. ഭരതം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ധനം റിലീസ് ചെയ്യുന്നത്. ഭരതം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നത് കമലഹാസൻ്റെ സിനിമയാണ്, ഗുണയാണ്. പക്ഷേ ഗുണയ്ക്ക് എത്താനായിട്ട് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ആ പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് മാറേണ്ടി വന്നു. ഈ ഭരതത്തിന്റെ തിരക്കുകൾ കാരണമാണോ ഗുണ മാറേണ്ടി വന്നത്? ഭരതം വളരെ പെട്ടെന്ന് രൂപീകരിക്കപ്പെട്ട കഥയാണ്. അത് പെട്ടെന്ന് അത് റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്ത കഥയാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരു സമയം പോലും ഈ കമലിൻ്റെ കൂടെ പോയി ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷനകത്ത് ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി, അദ്ദേഹവും കാത്തിരുന്നു മടുത്തു. അങ്ങനെ പിന്നെ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ല. അത് ചെറിയ ഒരു അസ്വാരസ്യം അദ്ദേഹത്തിനുണ്ടാക്കി. അങ്ങനെ മാറേണ്ടി വന്നു. അപ്പം അതിന്റെ ഏത് ഘട്ടത്തിലാണ് സാർ അത് ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്യുന്നത്? ഏത് ഘട്ടം വരെ ഉണ്ടായിരുന്നു? അല്ല, അത് അദ്ദേഹം എന്നെ സമീപിക്കുന്നത് കിരീടം, തനിയാവർത്തനം, ഈ 2 സിനിമകളിലും കണ്ടതിന് ശേഷമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, എന്നെ വിളിക്കുന്നത് ഒരു 90 മിഡിലാണ്, 90 ആദ്യം അങ്ങോട്ട് പകുതിയായപ്പോഴും കാണുകയും അദ്ദേഹം തനിയാവർത്തനം ചെയ്യാനാണ് തനിയാവർത്തനം റീമേക്ക് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ തന്നെ ദീർഘകാലമായ മാനേജറായിരുന്ന DN സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആളായിരുന്നു. സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ റെഡിയായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായി. കാരണം തനിയാവർത്തനം കമലിനെ വെച്ച് ചെയ്യുമ്പോൾ അതിന് വേറൊരു ലെവലിൽ എനിക്ക് എന്നെക്കാളും ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത കാര്യമാണ്, അതിനേക്കാളും മുകളിൽ ചെയ്യാൻ പറ്റും. പിന്നെ അത് വേറൊരു ഭാഷയിൽ അവരുടെ സംസ്കാരത്തിലേക്ക് അതിനെ കൊണ്ടുവരും. പ്രത്യേകിച്ച് മലയാളികളേക്കാൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് വേറൊരു ഡയമെൻഷനിൽ അത് ചെയ്യാം എന്നൊക്കെ അതിൽ സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ ഈ DNS എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാനേജർ, അദ്ദേഹം ഞാനും കമലുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. പുറത്തോട്ടിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് കിടച്ച ഡേറ്റാണിത്, ഇത് ரொம்ப ക്ലാസ് പോകണം, ഇങ്ങനെ എന്ന് വെച്ചാൽ ഇവിടെ കൊമേഴ്ഷ്യലി എപ്പടി പോകും தெரியாது, കമലൊരു ഡേറ്റ് തന്നിട്ട് അത് യൂസ് ചെയ്യണം. അപ്പോൾ പുള്ളിയൊക്കെ മാസ് കൊമേഴ്ഷ്യൽ സിനിമയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ കമലിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു DNS ഇങ്ങനെ ഒരു കൺസേൺ പറയുന്നുണ്ടെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കഥ നോക്കാമെന്നല്ലേ.
അങ്ങനെ വേറെ ഒന്ന് രണ്ട് കഥകൾ നോക്കി അവസാനമാണ് ഗുണയിലേക്ക് എത്തുന്നത്. ആഹാ. ഗുണയിലേക്ക് എത്താൻ കാര്യം കമലിനും ഇതുപോലെ ഒരു എക്സെൻട്രിസിറ്റിയുള്ള ക്യാരക്ടർ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതിനു മുമ്പ് നമ്മൾ അന്നത്തെ ഇന്ത്യ ശ്രീലങ്കൻ യുദ്ധകാലമുണ്ട്, IPKF എന്ന് പറയുന്ന ഇന്ത്യൻ സേനയെ അവിടേക്ക് അയച്ചിട്ടുണ്ടായ, പിന്നീട് രാജീവ് ഗാന്ധി കൊല്ലപ്പെടാൻ കാരണമായ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിൻ്റെ പശ്ചാത്തലം. രാജീവ് ഗാന്ധി അതിനുശേഷമാണ് മരണപ്പെടുന്നത്. പക്ഷേ ഈ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ശ്രീലങ്കയിലേക്ക് എത്തി അവിടെ ഉണ്ടായ അവിടുത്തെ ആക്ടിവിറ്റീസിന് അത് വെച്ചിട്ട് ചെയ്യാനായിരുന്നു. പക്ഷേ അതിനകത്ത് ചില മറ്റ് ബാഹ്യമായ ഭീഷണികളും പ്രശ്നങ്ങളൊക്കെ വന്നവരോടെ അതിൽ നിന്ന് മാറാൻ പലരും കമലിനോട് ഉപദേശിച്ചു. അത് വേണ്ട, അപകടകരമായൊരു ഏരിയയിലാണ് അവിടെ തൊടേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ മാറുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു കഥ രൂപപ്പെട്ടതാണ് ഗുണ. അത് കമലായിട്ട് തന്നെ പിന്നെ താല്പര്യമെടുത്തുണ്ടായ ഒരു കഥയാണ്. അപ്പോൾ ആ കഥയുടെ ഡിസ്കഷൻ്റെ പൂർണ്ണമായ ഘട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് എല്ലാ വർഷവും വിഷുവിന് പ്രണവത്തിൻ്റെ പടം ജനുവരി ഷൂട്ടിംഗ് പടമാണ്. അപ്പം മറ്റതൊന്നും ആയിട്ടില്ല. ഞാനപ്പോൾ ഇതിലേക്ക് പോയി. ഇതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്കും, ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങളെത്തിയപ്പോഴത്തേക്കും കമൽ എന്നെ വിളിക്കുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ യു ഫോർ മന്ത്സ്, വേർ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇതായിട്ട് നിൽക്കുകയാണ്. എനിവേ ഇവിടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇരിക്കണം, തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇത് കഴിഞ്ഞിട്ടും പിന്നെയും ഷൂട്ടിങ്, കാരണം അത് പെട്ടെന്ന് കഥയുണ്ടായി, പാട്ടുണ്ടായി, തീർക്കുന്നതാണ്. 4 മണിക്കൂർ കൊണ്ടാണ് അതിന്റെ സ്റ്റോറി ഡെവലപ്പ് ചെയ്തത്. പിന്നെ കഥ അവിടെ ഇരുന്ന് എഴുതുന്നു, 5 വലിയ പാട്ടുകൾ, പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ റെക്കോർഡ് ചെയ്തൊക്കെ വരുന്ന വലിയ കഥയുള്ളത്. അപ്പോൾ ഈ പല പാട്ടുകളൊക്കെ പിന്നീട് ഷൂട്ട് ചെയ്യാൻ സീനൊക്കെ തീർത്ത് പിന്നെ ആ പാട്ടുകൾ ഷൂട്ട് ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ എഡിറ്റിങ് ചെയ്യണം, റിലീസിന് സമയമില്ല. അപ്പം ഞാനിതിൻ്റെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. അന്നത്തെ ദിവസം കമൽ എൻ്റെ അടുത്ത് അവിടെ അവരുടെ എന്താണ് മേക്കപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഉണ്ടാകണം എന്ന് പറയും. അപ്പോൾ എനിക്ക് അന്ന് കാഞ്ചീപുരത്ത് ഷൂട്ട് ചെയ്യണം ഇതിൻ്റെ തന്നെ പാട്ട്. അപ്പോൾ എൻ്റെ ധാരണ മേക്കപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ അങ്ങനെ ഒരു സീന പരിപാടികളൊന്നുമില്ല. മേക്കപ്പ് ചെയ്തിട്ട് ഫോട്ടോസ് എടുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം പോയി കണ്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വെളുപ്പിനെ കാഞ്ചീപുരത്ത് പോയി ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ കമലിൻ്റെ ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും ആക്ച്വലി അവിടെ ഒരു ഫുൾ ക്യാമറ വെച്ചിട്ടുള്ള ഷൂട്ടായിരുന്നു നടന്നത്. അപ്പോൾ ഡയറക്ടർ അതിനകത്ത് ഇല്ലാതെ പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിനുണ്ടായ പരിഭവം. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു വല്ലാത്ത അകൽച്ച അവിടെ സംഭവിച്ചു. അങ്ങനെ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അതാണ് പിന്നെ ഗുണയായിട്ട് വന്ന സിനിമ. ഇപ്പോൾ റീസെന്റ് മഞ്ഞുമൽ ബോയ്സ് വന്നതിന് ശേഷം ഗുണ എന്ന സിനിമ വീണ്ടും ഹിറ്റായി റിലീസ് ചെയ്തു. അപ്പോൾ സാർ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ഫീൽ ചെയ്തത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന സിനിമയാണെന്ന്? അല്ല, അങ്ങനെ ഒന്നും തോന്നിയില്ല. കാരണം അന്നേ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം അതെൻ്റെ കുഴപ്പമല്ല, സിനിമ എൻ്റെ കയ്യിൽ നിന്നും പോയത്. എൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ സമയമായിട്ട് ചേർന്ന് വരാൻ ബുദ്ധിമുട്ടായി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് പുറകെ സിനിമകൾ ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞത്, അത് ആ സിനിമ മാറിയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായി, 1 മാസത്തേക്ക്. അപ്പോഴത്തേക്കും ആണ് ഈ സ്വാന്തനം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ എന്നെ അപ്രോച്ച് ചെയ്യുകയും അത് ചെയ്യാം. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ വളരെ ആലപ്പുഴക്കാരനാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ പെട്ടെന്ന് അതൊരു ചെറിയ സിനിമയാണ്, പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സതയത്തിൻ്റെ പ്രോജക്റ്റ് ലാല ഡേറ്റ് തരുന്നത്. അതോടുകൂടി ഇത് പകുതി തീർത്തിട്ട് ഞാൻ സതയം ചെയ്തു, ഹോൾഡ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്തല്ല, ഒരു ഷെഡ്യൂൾ ചെയ്തു. അപ്പോഴത്തേക്ക് ലാലിൻ്റെ ഡേറ്റ് വന്നുകൊണ്ട് ഞാൻ ആദ്യം അത് പോയി ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ഇതിൻ്റെ ബാക്കി സാന്ത്വനത്തിൻ്റെ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ആ ലൊക്കേഷൻ ഇങ്ങോട്ട് വരിക, രണ്ടും 2 ലെവലിലുള്ള സിനിമകളാണ്. ഇവിടെ വന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ലോഹിയും കിരീടമുണ്ണിയും കൈതപ്രവും മുരളിയും കൂടെ അവിടെ വന്ന് ആധാരം ചെയ്യണമെന്ന് പറഞ്ഞു എന്നെ പ്രഷർ ചെയ്യാൻ തുടങ്ങി. ആധാരം പെട്ടെന്ന് ചെയ്യണം. അപ്പം മുരളിക്കും ഒരു സോളോ ഹീറോ പ്രോജക്റ്റ് വരികയാണ്. ഉണ്ണിയും കിരീടം കഴിഞ്ഞൊരു പ്രോജക്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ലോഹിയും. അപ്പോൾ ആ ടീം തന്നെ വരണം. ഞാൻ പറഞ്ഞു ഇത് നടക്കുകയല്ല, കാരണം ഇത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും സതയത്തിൻ്റെ ബാക്കി ചെയ്യണം, ഇത് 2 പടങ്ങളും റിലീസ് ചെയ്യണം. അവർക്കാണ് ജനുവരി ഷൂട്ട് ചെയ്യണം, എനിക്ക് ജനുവരിയിൽ കമലതളം തുടങ്ങണം. ഇതിങ്ങനെ ഭയങ്കര ടൈറ്റാണ്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാനും തന്നെയാണ് അതിനു വേണ്ടി ഒരു ഡയറക്ടറെ 1-2 പേരെ നിർദ്ദേശിച്ച്. അതൊന്നും അവർക്ക് വർക്കായില്ല, വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു ഏറ്റവും ഒരു പുതിയ ആളെ ഇടാൻ പറഞ്ഞു. അങ്ങനെയാണ് ജോർജ് കിത്തുവിലേക്ക് എത്തുന്നത്. ഞാൻ തന്നെയാണ് ജോർജ് കിത്തുവിനെ നിർബന്ധിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കഥയായിരുന്നു ആധാരം.
പക്ഷേ ഈ ഒരു പ്രഷറിൻ്റെ ഇടയ്ക്ക് അവർ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നില്ല. ഇപ്പം കമലദളം കഴിഞ്ഞത് ചെയ്യാവുന്നവർക്കൊരു സാവകാശം തന്നിരുന്നെങ്കിൽ പക്ഷെ നമുക്ക് ടൈം ഒരുപാട് അവർക്ക് ഒരു 3-4 മാസം വരെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ